സൈഡില് എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ തൈരും പീസും. എനിക്ക് എവിടെ കൊണ്ട് കഴിപ്പിക്കണമെന്നുണ്ടല്ലോ. ഹലോ, നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പം നമ്മൾ എന്തോ ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് സുഹൃത്തുക്കളെ. അപ്പം നമ്മൾ നല്ല ഫുഡ് എടുക്കും, അത് വിയേർഡ് ആയിട്ടുള്ള കോമ്പിനേഷൻ്റെ കൂടെ കഴിക്കണം എന്നുള്ള ഒരു സംഭവമാണ് ഈ നമ്മുടെ ഈ ചലഞ്ചിനകത്തുള്ളത്. മെയിനായിട്ടൊരു ഫുഡ് ഐറ്റം കാണും, അതിന്റെ കൂടെ വരുന്ന ടച്ചപ്പാണ് മാറ്റുന്നത് അല്ലേ? ടച്ചിങ്സ് ഒക്കെ ഇന്ന് ടച്ചിനൊക്കെ ആയിരുന്നു ഒരു കൺസിഡറേഷൻ വെച്ചാൽ എനിക്ക് കുറച്ച് കഴിച്ചില്ല, കാരണം ഞാൻ ഫീഡ് ചെയ്യുന്നതായതുകൊണ്ട്. അങ്ങനെ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുന്ന സാധനങ്ങളൊന്നും ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇപ്പൊ അയല കഴിക്കുന്നു വെച്ചു, അയലയും ചോറും കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ചോറ് കഴിച്ച് കൈ കഴുകിയിട്ട് ഞാൻ ലഡു തിന്നു. ഇതെല്ലാം ഒരു വെയിറ്റിലൂടെ പോന്ന ഇലയും ലഡുവിലും മുക്കി കഴിച്ചാലും അന്നേരം ഒരുമാതിരിയാവും. എല്ലാരും പറയും മീൻകറിയും മോരും കഴിക്കരുതെന്ന്. എല്ലാരും കഴിക്കും, കാരണം അതുപോലെ ഒരു കോമ്പിനേഷൻ വേറെ ഇല്ല. അങ്ങനെ കഴിച്ചുകൂടെന്നൊക്കെ എല്ലാരും പറയുന്നത്. മീൻകറിയും എന്റെ പൊന്നു കഴിച്ച് മോരും ഉണ്ടെങ്കിൽ 1.5 പ്ലേറ്റ് ചോറ് തീരും. ചോറും കൂടെ എടുത്ത് മീൻകറിയും കഴിച്ചിട്ട് അതോടെ ഇരിക്കട്ടെ, നമുക്ക് ചലഞ്ച് ചെയ്യാം. ഇപ്പൊ തന്നെ വിയേർഡായി, ഇനി കഴിച്ചോ ബിരിയാണി. ഞാൻ തിന്നട്ടെ. ഫുഡ് ചലഞ്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണി ഈറ്റിംഗ് ചലഞ്ച് ആക്കിയാലോ? കാണുന്നില്ല, അമ്മയാണ് ഇന്നത്തെ ഗെയിമിന്റെ പിന്നെ കണ്ടക്ടറല്ല കോച്ചല്ലേ, റഫറി. നല്ല വിശപ്പുണ്ട്, അത്രേ ഉള്ളൂ. കാരണം ഇല്ലെങ്കിൽ പറയും നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നു. ഇത്രയും ബിരിയാണി എടുത്ത് നമ്മളെ ഇതിന്റെ കൂടെ കോമ്പിനേഷൻ എന്തോ കേട്ടാ? അയ്യോ, ഇതിന്റെ ഇങ്ങോട്ട് എടുത്തോട്ടോ പപ്പട അച്ചാറോട് കോമ്പിനേഷൻ നമ്മൾ തിരിഞ്ഞിരിക്കാം, വന്ന് മാറ്റി മാറ്റി വെക്ക്. എന്തോ ഒരു ആത്മാർത്ഥത. അമ്മച്ചിയാണ് എനിക്ക് പന്നല കിട്ടുന്ന കുത്തിയിരുന്ന് ഇവിടുന്ന് തിന്നും കേട്ടല്ലേ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കെ ഞാൻ അത് തന്നെ തൊടാൻ വന്ന് കൈ തമ്മി കൂട്ടിമുട്ടിയതാ. 2 3. അയ്യോ, തേനും ബിരിയാണി ഇളവിത്തൂറി തിന്നോ. ഇളവ് കേട്ടാ, നീ തുറന്നിട്ടേ അത് കണ്ടിട്ടാ എനിക്ക് അച്ചാർ. അയ്യോ സൂപ്പർ ഗൈസ്, അച്ചാർന്ന് പിടിച്ചമ്മ. മോള് മൊത്തം തിന്നണം കേട്ടോ, ഇല്ലെങ്കിൽ കുത്തിരുന്ന് തിന്നേ. ഇവിടെ എടുക്കുക. ഏട്ടൻ വിശന്നിരുന്നോണ്ട് ഞാനങ്ങ് വിട്ടു തന്നെയാ. സൈഡില് ഗൈസ്, നമ്മൾ പുതിയ ഡിഷ് കണ്ടുപിടിച്ചു, തേൻ ബിരിയാണി. മണത്തിന് വ്യത്യാസമൊന്നുമില്ല. ആരെങ്കിലും കഴിച്ചിട്ടുണ്ട് തേനും ബിരിയാണി? ഫുഡിന്റെ യാതൊരു എക്സ്ചേഞ്ചിങ്ങിലും എഴുതി വെച്ചോണേ, എഴുതി വെച്ചേക്കാം. എല്ലായിടത്തും ആവണം. സൂപ്പറാണ് കേട്ടോ, നല്ല നല്ല കൈപുണ്യം. മോക്ക് തന്നെ പണി കിട്ടി. പ്രവീൺ 1 അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നു. മാറിപ്പോയി, അപ്പുറത്തായിട്ടുണ്ട്. മണി പോയില്ല. ഫണ്ണി, നിന്റെ ഫണ്ണ് പോയിരിക്കുന്നു. കൂടെ പോന്ന ഫേവറേറ്റ് സാധനം KFC ലെഗ് പീസ്. അങ്ങനെ ഒച്ചയ്ക്ക് തിന്നാൻ പറ്റൂല. ഒച്ചയ്ക്ക് തിന്നാൻ പറ്റില്ല, കൂട്ടത്തിൽ ആളെ വിളിക്കണം. മുക്കി തിന്നണം. ആരെ മുക്കി തിന്നണം? സോസ് തന്നേക്കുന്ന എന്താണോ അതില് മുക്കി തിന്നണം. ഗോ. അതെന്താ ക്രോസ് വെക്കാൻ പ്രാവശ്യം? എന്തോ ഞാനും വെച്ചില്ല. വേറെ എന്തും ഞാൻ സഹിച്ചേനെ. ഫ്രൈഡ് ചിക്കനും തൈരും. ബിരിയാണി തേന് പിന്നെയും കൊള്ളായിരുന്നു, ഇതെങ്ങനെ തിന്നും? തൈര് ദഹനത്തിനൊക്കെ നല്ലതാ തൈര്. മുടി വളരും, മുഖം വെളുക്കും, ഗ്ലോ കിട്ടും. അറ കിട്ടും. മര്യാദക്ക് പൊക്കോ. ഏട്ടൻ കഴിക്കാം, എന്നിട്ട് ഞാൻ കൊതിപ്പിക്കാം. ഓ, എങ്ങനെയുണ്ട്? അയ്യോ, വിഴുങ്ങണം, കഴിച്ച് വിഴുങ്ങണം, മൊത്തം തിന്നണം. നോക്കിയോ ഇന്ന് എന്നെ കൊണ്ട് ബിരിയാണി തീറ്റിച്ചല്ലേ. ആരും ട്രൈ ചെയ്യരുതല്ലേ. എനിക്ക് ഓസ്കാർ തോന്നുന്നു. KFC കിട്ടുന്ന ആ സോസ് ഉണ്ടല്ലോ, ലെഗ് പീസ് എടുത്ത് ഇതിലോട്ട് ഇങ്ങനെ മുക്കി ചാണാൻ ഇങ്ങനെ 2 ദിവസം കിടന്ന് ആളി. അയ്യോ, ഒരു കുഴപ്പമില്ല, അതാണ്ട് അളിഞ്ഞോ എന്നില്ല. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്ത നിനക്ക് കിട്ടൂടി, നിനക്ക് കിട്ടും. ലെഗ് പീസ് കിട്ടിയില്ലല്ലോ ഇതുപോലെ. ഓക്കെ, നെക്സ്റ്റ് റൗണ്ട്.
ഗൈസ് നെക്സ്റ്റ് വൺ വാട്ടർമെലൺ, തണ്ണിമത്തൻ, ബത്തങ്ങ. കുരു ഇല്ലാത്ത വാട്ടർമെലൺ ഇല്ലായിരുന്നു. തുറന്നു നോക്കാൻ പറ്റൂലല്ലോ അതിനകത്ത് കുരു ഉണ്ടോ ഇല്ലയോ. ആ ഫലിതം കൊള്ളാമായിരുന്നു. മേലാൽ ആവർത്തിക്കരുത്. നല്ല ഫുഡ് കൊണ്ടുവന്ന് എനിക്ക് പ്രത്യേകിച്ച് ചേട്ടൻ വിഷന്നിരിക്കുന്ന ടൈം 3. ഞാൻ വിചാരിച്ച ചേട്ടൻ അങ്ങോട്ട് ലുക്ക് ഇട്ടിട്ട് ഇനി കൈ തൊടുവത്. അമ്മച്ചാണ് ഞാൻ പോണ്. സത്യമായിട്ട് എന്നെ എനിക്ക് വയറ്റിൽ തന്നെ പിടിക്കും. കൂടെ തണ്ണിമത്തം കണ്ട നേരത്തെ തേൻ എനിക്ക് വില്ലനായെങ്കിൽ ഇപ്പൊ എന്റെ നായകനാ തേൻ. ഇതൊക്കെ ആദ്യത്തെ റൗണ്ടിൽ അങ്ങോട്ട് ജയിച്ചപ്പോഴേ കാണിച്ചു കൂട്ടിയത് വേണം. അയ്യോ ഇത് കണ്ടോ മൂക്കങ്ങോട്ട് മുക്കി ഇത്ര മുക്കിയ പോലെ. ഈ പെണ്ണിന് ചില്ലറ ഇഷ്ടമൊന്നും അല്ല ഈ പെണ്ണിന് കുഴപ്പം. ഈ പെണ്ണ് പിന്നെ എങ്ങനെയുണ്ട്? അങ്ങനെ ഒരിക്കലും വരാൻ ചാൻസ് ഇല്ലല്ലോ. എനിക്ക് അവളെ കൊണ്ട് കഴിപ്പിക്കണമെന്നുണ്ടല്ലോ. അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ ജമ്പ് ചെയ്തിരിക്കുന്നു. ഈ വട്ടം ഓറിയോ ആണ്. ഓറിയോ ബിസ്ക്കറ്റ്. ഓറിയോയുടെ ഒക്കെ ഇത് മാറ്റിയോ? എന്താ റൗളിട്ടാ? എടേ ഓരോന്നിനും ഓരോ പടപടേ. ബിസ്ക്കറ്റിനോട് എന്തായിരിക്കും? ബിസ്ക്കറ്റിനോട് ചാണാൻ കലക്കിയത്. അത് ഏട്ടന്. നമ്മുടെ ഇടത്തെ കൈ ഫ്രണ്ടിലോട്ട് കിടക്കുന്ന അറ്റേ ടൈം തന്നെ വലത്തെ കൈ ബാക്കിലോട്ട് കിടക്കണം. രണ്ടും ഒരേ ടൈം അല്ല. ഇങ്ങനെ അങ്ങനെ കറക്ക്. അയ്യോ എന്റെ കൈ ആക്ച്വലി ഇത് ഒരിക്കലും പറ്റത്തില്ല നമുക്ക്. ആര് പറഞ്ഞു? അതൊക്കെ പറ്റുന്നവർ ഇഷ്ടം പോലെ വരുവാണ്. പക്ഷെ അത് എന്നെ കൂടെ പറ്റും. ഞാൻ കാണിച്ചേ. ഞാൻ വല്ലായിരുന്നേ പീനട്ട് ബട്ടർ അറിയായിരുന്നോടെ. അമ്മയായിട്ടുള്ള ഒത്തുകളിയാ. എവിടെ അമ്മയായിട്ട് ഒത്തുകളി? ഞാനൊന്നും ചെയ്തില്ല. അമ്മ ചവിട്ടി കണ്ണടച്ചിരിക്കുന്നു കേട്ടോ. അച്ചാറും തിന്നണേ. പീനട്ട് ബട്ടർ ഗൈസ്. ബട്ടർ വെരി ടേസ്റ്റി. യാ ബ്യൂട്ടിഫുൾ. ക്രിസ്പിയാണ്. so much super. കഴിക്കൂ. അത്ര പോലെ. അപ്പൊ രണ്ട് പീരീഡായോ? ഞാൻ കാര്യം പറട്ടെ, ഞാനാ കൊണ്ടുവച്ചത്. ഇതിന്റെ കൂടെ വല്ല വേറെ ഒന്നിനും മതിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാ ലൈഫിൽ പീനട്ട് ബട്ടർ കഴിക്കുന്നത്. ആദ്യമായിട്ട് ഇതോട്ട് പീനട്ട് ബട്ടർ കഴിച്ചിട്ടുണ്ട്. ഇഷ്ടമല്ല ഈ സാധനം പീനട്ട് ബട്ടർ. പക്ഷേ ഗുണമുള്ള സാധനമാണ് പീനട്ട് ബട്ടർ. എനിക്ക് ഇഷ്ടമല്ല. ഇതിപ്പോ രണ്ടുപേർക്കും പീരീഡായി. പിന്നെ വലിച്ചോ പോടുന്നു. ആർക്കും മാർക്കില്ല. വലിയ ചുണയായി പോയല്ലേ. തൊലിച്ചു കഴിഞ്ഞെങ്കിൽ കേറ്റ്. ഞാൻ പീനട്ട് മുക്കി തരട്ടോ. ഹലോ എക്സ്ക്യൂസ് മീ, താങ്കൾക്ക് അച്ചാർ കിട്ടി. ആ കാട്ടത്തിൽ മുക്കി കഴിക്കണം. എനിക്ക് പീനട്ട് ബട്ടർ കിട്ടി. ഞാൻ അത് മുക്കി കഴിച്ചിട്ട് അത് എനിക്ക് തോൽവിയായിരുന്നു. താങ്കൾക്ക് അതിനപ്പുറം തോൽവിയായിരുന്നു. പീനട്ട് ബട്ടർ ഇഷ്ടമല്ലാത്തോണ്ട് അടിച്ചു കയറ്റി ഉണ്ടാക്കിലോട്ട്. നല്ലതല്ലേ ടേസ്റ്റ്? കഥകളിയോ? ഈ കൈ അനക്കാൻ പാടില്ല. തിന്നു. അച്ചാറ് വിത്ത് ഒറിയോ. അല്ല ഒറിയോ. എങ്ങനെ? എന്താണ് പറയാനുള്ളത്? സൂപ്പറാണോ? ഛർദിക്കരുത്. തീന്നിറക്കണം. മ്ലേച്ഛം. എനിക്ക് തോന്നുന്നു നമ്മൾ കഴിച്ചതിൽ ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള സാധനം ദേ ആ പോയതാണെന്ന് തോന്നുന്നു. ദേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കക്കൂസ് ഉണ്ട്, പൊക്കോളൂ. അല്ലെങ്കിൽ വേണ്ട, അകത്തെ കക്കൂസ് വൃത്തിയേടാക്കണ്ട, പുറത്തൊരു കക്കൂസ് ഉണ്ട്, അതിൽ പൊക്കോളൂ. കടയിൽ നിന്ന് വാങ്ങിയ അച്ചാറ് നല്ല ഉപ്പും പുളിയായിരിക്കും, നാക്കി വെക്കാൻ പറ്റൂല. പുളിയില്ലാത്ത അച്ചാർ. അല്ല, പുളിയില്ലാത്ത അച്ചാർ താങ്കളൊന്ന് പറയൂ. നാക്കിൽ വെക്ക. അച്ചാറിന്റെ പുളി അതല്ലേ അച്ഛ കയറ്റി തന്നത്. ഞാൻ അടുത്ത റൗണ്ടിലോട്ട് പോവാം. വേണ്ട, ഇവിടെ കുത്തിയിരിക്കും. അവിടെ കുത്തിയിരുന്നു. നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോവാം. 3 പോയിന്റുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ സ്വന്തം പ്രവീൺ. ഇനി ഉണ്ടല്ലോ റൗണ്ട്. കുഴപ്പമില്ല, പിടിച്ചോളാം. പിടിച്ചോ. ഓടിച്ചിട്ട് പിടിക്കൂ. പട്ടിയാണോ ഓടിച്ചിട്ട് പിടിക്കാൻ? മാഗിയുടെ കൂടെ സത്യം പറഞ്ഞാൽ എന്ത് കോമ്പിനേഷൻ? മുട്ട ചിക്കിയല്ലേ തിന്നുന്നത്? മാഗിയുടെ സാമ്പാർ നല്ല കോമ്പിനേഷൻ. അടിപൊളിയായിരിക്കും. അയ്യോ അയ്യോ, അയ്യോ മാഗി ഐസ്ക്രീമോ? നിങ്ങളുടെ നാട്ടിലൊക്കെ കഴിക്കുവോ?
നമ്മുടെ നാട്ടിൽ നിന്ന് കഴിക്കൂല. ബാഗിലൂടെ ഈ സാമാനം കൊണ്ടുവച്ചത് എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ നീ ഇത് ഓർക്കുമ്പോ തന്നെ മനം മറിക്കും. ഓർക്കുമ്പോഴല്ലേ മനം മറിക്കൂ, കഴിക്കുമ്പോ മനം മറിക്കൂല. നോ മൃദുലേ, yes. നോടാ, യുവർ ഹസ്ബൻഡ് ഡാ. I know ഡാ. കേട്ടോടാ പ്ലീസ് ഡാ. അയ്യോ സാരമില്ലടാ, ഒരു ദിവസം ഇച്ചിരി ബാത്റൂമിൽ കിടന്നോടാ അധികം. ടുമാറോ യു അവർ ഗോ ടു അനദർ വ്ലോഗ് ഡാ. ഞാൻ കട്ടിൽ എണീക്കില്ല. വൈറ്റ് പോടാ. ഞാൻ ആശുപത്രി കൊണ്ടുപോടാ. എന്തോ ടേസ്റ്റുള്ള ഐസ്ക്രീം ആണെന്നറിയോ? നമ്മള് മാഗി എടുത്ത് ഇതാണ് ഇപ്പോഴാണ് ശരിക്കും വീടായത്. ഇങ്ങനെ കൈ എഴുതാത്ത കഴിക്കാതിട്ട് ഇളക്കിയിടുന്നത്. ഈ പെണ്ണ് എന്തോ കാണിക്കുന്നത്. ഇനിയേ ഞാൻ ഒന്ന് കൈയിട്ടിട്ട് എവിടെ പോകുന്നു? ഇല്ല തിന്നണ്ട, തിന്നിട്ട് ഞാൻ പറഞ്ഞു ഇളക്കി തരാം. ഈ കൈയും വെച്ചോണ്ട് തിന്നാ മതിയേ. അങ്ങനെ പറഞ്ഞൂടാ. അങ്ങനെ പറയുക. ഞാൻ ഏട്ടനൊരു കൈ സഹായം ചെയ്തല്ലേ. ഒരു പരിപാടിയും വേണ്ട. കൈ ഇങ്ങ് തരുമോ? എനിക്കിട്ട് ഉണ്ടാക്കിയില്ലേ അത് തിന്നാ മതി. എന്നെ വലിപ്പിക്കാൻ നോക്കിയില്ലേ അത് തിന്നാ മതി. അയ്യോ ഞാൻ ഇനിയിപ്പോ ഇടത്തേക്ക് വെച്ച് തിന്നേണ്ടി വരും. ഗതികേട് തിന്നോ ഇടത്തേക്ക്. ഇല്ല ഇത് വെച്ച് തിന്നാണെ തിന്നാ മതി. കൈ എഴുതാൻ പറ്റത്തില്ല ഇവിടെ. ആ ശരി, കൈ കഴിയത്തില്ല. കഴിയായിരുന്ന പോരെ. തുടയ്ക്കാൻ പറ്റത്തില്ല. ഇത് തിന്നാ ഇല്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഞാൻ എന്തോ പേടി കണ്ട ഞാൻ മുതു പറഞ്ഞതാ. പേടി പിള്ളേരുടെ ഒരു കാര്യം എന്ത് ചെയ്യാനാണ്. കുഴപ്പമില്ല. കഴിക്കൂ. കഴിച്ചത് ഏറ്റവും കുറവ് സാധനം. ആണോ? എനിക്കത് കണ്ടിട്ട് തന്നെ മനം മറിക്കുന്നത്. അപ്പൊ നമുക്കിന്ന് കഴിക്കാൻ കഴിയും. വേണോ ഇച്ചിരി? ഓ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം എൻ്റെ ഫേവറേറ്റ് ഫുഡാ. പക്ഷെ എങ്ങനെ കാട്ടാൻകുട്ടി കിട്ടണ്ടേ ഗൈസ്? അത് വയലേഷൻ അല്ലേ? ഒരു പോയിന്റ് കട്ട്. അയ്യോ ഞാൻ പറഞ്ഞത് പോയിട്ടില്ല, അങ്ങനെ പറഞ്ഞില്ല ഞാനേ. അല്ല ഈ ആ ഒരു പോയിന്റ് മൈനസ് ഈ ഫുഡ് കഴിച്ചോണ്ട് ഫുഡ് ഇട്ടിച്ചാ ഒരു പോയിന്റ് മൈനസ്. ഒരു പോയിന്റ് എന്ത് പറയുന്നു ഗൈസ്? അതല്ലേ ഞാൻ കഴിച്ചിട്ടില്ല, ഒരു ഫുഡും അല്ല കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചിട്ടില്ല ഒരു ഫുഡ്. ഇല്ല ഈ പോയിന്റ് തരത്തില്ലേ? ഈ പോയിന്റ് പിന്നെ ആ തിന്നാൻ പാടില്ലായിരുന്നത്. ഞാനേ തണുത്തതാണോ നല്ലതാണോ നോക്കി ഏട്ടൻ കഴിക്കേണ്ട ഫുഡല്ലേ. അപ്പൊ ഞാൻ ഒന്ന് ഫുഡ് ചെക്ക് ചെയ്യുന്നത് നല്ലതല്ലേ? അത് ഫൗളാണ് ഗൈസ്. ആർക്കും എന്നോട് ചോദിക്കാൻ ഞാൻ വിട്ടേരൂല. പണ്ടൊക്കെ പഠിക്കുന്ന ടീച്ചർമാർക്ക് സ്റ്റാഫ് റൂമിൽ പോയി കെഞ്ചിട്ടുണ്ട്. നമ്മളാങ്കൊച്ചുങ്ങളൊന്നും അങ്ങനെ കെഞ്ചാറൊന്നും പോയില്ല മാർക്കിന്. അര മാർക്ക് സത്യം ഞാനും കാണാറുണ്ട്. പരീക്ഷയ്ക്ക് ടീച്ചറിന്റെ മാർക്ക് ഇച്ചിരി കുറവാണേലും അല്ല കൂടുതലാണേലും പോയി അര മാർക്ക് ടീച്ചറെ സൂപ്പർ ടീച്ചറെ പറഞ്ഞ് അത് മാർക്ക് കൂടിയ പിള്ളേരുടെ പേപ്പർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് കമ്പയർ ചെയ്ത് വരെ കാണിച്ചു കൊടുക്കും 1.5 മാർക്കിന് വേണ്ടി. നമ്മൾ 6 റൗണ്ട് കഴിഞ്ഞു. അതില് 3 മാർക്ക് എനിക്ക്, 3 മാർക്ക് ഏട്ടൻ. ഇതിലാരാണോ വിൻ ചെയ്യുന്നത് അവരായിരിക്കും നമ്മുടെ വിയേർഡ് ഫുഡ് ഈറ്റിംഗ് ചലഞ്ചില് വിജയ്. കൈയൊന്നും കാണിക്കണ്ട, കൈ ഇതിൽ തൊടുന്ന പോലെ ഇരിക്കും. ടൈമിങ് ദൈവമേ ഇതിലാരാ ജയിക്കുന്നത് അറിയത്തില്ലേ. ഒന്ന് ചേർക്കാമേ. 3 എന്തോ ഇപ്പൊ തന്നെ പറയാം. ലക്ക് വൈസ് അല്ലേ ഞാൻ ജയിച്ച എന്തായി കളിയില്? എനിക്ക് എനിക്ക് കിട്ടത്തോളൂ. എനിക്ക് മുഖമൊക്കെ എന്തോടെ മാറിയതില് തീർന്നു. ഇനിയില്ല. KFCയുടെ കൂടെ ഫ്രഞ്ച് ഫ്രൈസിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു മൈനീസ്. അത് എടുത്തെടുത്ത് പറയുന്നത് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമോ? ഭയങ്കര വീടൊന്നുമല്ല, ആക്ച്വലി ടേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഞാനായിട്ട് നോക്കാനല്ലേ ഒരു വട്ടം അബദ്ധം പറ്റിയെന്ന് പറഞ്ഞേ പറ്റൂല. നമ്മുടെ ഈ ചലഞ്ചിൽ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സുഹൃത്തുക്കളെ. അപ്പം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളെ. ഗൈസ് ജസ്റ്റ് ഒരു പോയിന്റിന് മൃദുല ഈ ഗെയിമിൽ വിൻ ചെയ്തിരിക്കുന്ന സുഹൃത്തുക്കളെ. വെറൈറ്റി ചലഞ്ചസ് ഉണ്ട് ഇനിയും വരാം. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി ഇതിലുള്ള വെറൈറ്റി കാണുന്നവരെ ബൈ.